ഇന്ന് കുടലിനകത്ത് വരുന്ന ക്യാൻസർ രോഗബാധ ഒരുപാട് പേരിൽ വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട്. പലപ്പോഴും ഈ രോഗത്തിന് ഈ മലത്തിലൂടെ രക്തം പോകുന്നത് എന്നുള്ളതല്ലാതെ മറ്റൊരു ലക്ഷണവും കാണിക്കാറില്ല. അതുകൊണ്ട് ഈ രോഗം ഗുരുതരമായി കഴിഞ്ഞാൽ മാത്രമേ പലരും അറിയത്തുള്ളൂ. പലപ്പോഴും പൈൽസ് രോഗമാണ്, ഫിഷർ ആണെന്ന് കരുതി പ്രത്യേകിച്ച് ചികിത്സയൊന്നും ചെയ്യാതെ പരിശോധന നടത്താതെ വെച്ചുകൊണ്ടിരിക്കുന്നത് കുടൽ ക്യാൻസർ കൂടാറുണ്ട്. ഏറ്റവും കൂടുതൽ കുടൽ ക്യാൻസർ വരുന്നതിന് 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തത്, നമ്മൾ പച്ചക്കറികളുടെയും ഫൈബറിന്റെയും വലിയ തോതിൽ ഉപയോഗം കുറച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇന്നത്തെ രീതിക്കുള്ള ഇപ്പൊ പൊറോട്ട അല്ലെങ്കിൽ ബിരിയാണി പോലുള്ള ഭക്ഷണങ്ങൾക്കകത്തോ ബേക്കറിൽ നിന്നുള്ള ഭക്ഷണങ്ങൾക്കകത്തോ ഫൈബറുകൾ, നാരുകൾ എന്ന് പറയുന്നത് പേരിന് പോലുമില്ല. നാരുകൾ ഉയർന്ന അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചക്കറികൾ, ഇലക്കറികൾ ഒന്നും വേണ്ട, നമ്മളെ വാഴയുടെ തന്നെ കൂമ്പ്, വാഴയുടെ തണ്ട് പോലുള്ളവ കറി വെച്ച് ഇലക്കറികൾ കഴിക്കുക, ഇവ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഉയർന്ന അളവിലുള്ള റെഡ് മീറ്റിന്റെ ഉപയോഗമാണ്. ഇന്ന് നമ്മുടെ നാട്ടില് ബീഫ്, മട്ടൺ, പോർക്ക്, താറാവ് പോലുള്ള ഇറച്ചി വിഭാഗങ്ങൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് ആഴ്ചയിൽ 3-4 തവണ എത്തുക. ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ റെഡ് മീറ്റിന്റെ വലിയ തോതിലുള്ള ഉപയോഗം കുടൽ ക്യാൻസറിന് കാരണമാകാറുണ്ട്. 2 ആഴ്ചയിൽ ഒരിക്കൽ 90 ഗ്രാം ഈ ഒരു അളവിൽ മാത്രമേ റെഡ് മീറ്റ് ആരോഗ്യകരമായി കഴിക്കാൻ പാടുള്ളൂ. മൂന്നാമത്തെ കാരണം പാരമ്പര്യമാണ്. നമ്മുടെ കുടുംബത്തിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ കുടുംബത്തിന് ആർക്കെങ്കിലോ കുടലിൽ ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 45 വയസ്സ് കഴിഞ്ഞാൽ ഒരു 5 വർഷം കൂടുമ്പോഴെങ്കിലും കുടലിനകം ഒന്നും ക്യാൻസറിന്റെ ബാധയുണ്ടോ എന്ന് പരിശോധിച്ചിരിക്കുക. ഈ 3 കാരണങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടും കുടൽ ക്യാൻസർ ഉണ്ടാക്കുന്നത്.